ഹായ് ആൾ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2026 PSC പരീക്ഷയിലെ ചോദ്യപേപ്പറാണ് നോക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 0050/2026. ഓരോ ചോദ്യത്തിന്റെയും ശരിയുത്തരവും അതുമായി ബന്ധപ്പെട്ട പ്രധാന ഫാക്ട്സും അതുപോലെ വരാനിരിക്കുന്ന പരീക്ഷകൾക്ക് ഉപകാരപ്പെടുന്ന ടിപ്പുകളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ അവസാനം വരെ കാണാൻ മറക്കരുത്. ആദ്യത്തെ ചോദ്യം വരുന്നത് ചട്ടമ്പി സ്വാമികളെ കുറിച്ചാണ്. ക്വസ്റ്റ്യൻ: താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ ഏതെല്ലാം? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ ഏതെല്ലാം? 1. ആത്മോപദേശ ശതകം ആദിഭാഷ. 2. പ്രാചീന മലയാളം ആദിഭാഷ. 3. വേദാധികാര നിരൂപണം അഖിലത്തിരുട്ട്. ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഓപ്ഷൻ സി, അതായത് 2 മാത്രം. കാരണം പ്രാചീന മലയാളം ആദിഭാഷ എന്നീ 2 കൃതികളും ചട്ടമ്പി സ്വാമികളുടെ രചനകളാണ്. എന്നാൽ പലരും കൺഫ്യൂസ് ആകുന്ന ഭാഗം ആത്മോപദേശ ശതകമാണ്. അത് ചട്ടമ്പി സ്വാമിയുടേതല്ല, ശ്രീനാരായണ ഗുരുവിന്റെ പ്രശസ്ത കൃതിയാണ്. അതുപോലെ വേദാധികാര നിരൂപണം ചട്ടമ്പി സ്വാമിയുടെ കൃതിയാണെങ്കിലും അതോടൊപ്പം നൽകിയിരിക്കുന്ന അഖിലത്തിരട്ട് അദ്ദേഹത്തിന്റെ കൃതിയല്ല. അതിനാൽ 3 മുഴുവനായും ശരിയാകുന്നില്ല. ആൻസർ വരുന്നത് ഓപ്ഷൻ സി, 2 മാത്രം. ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതികളായി ഓർമ്മിക്കുന്നത്: 1. പ്രാചീന മലയാളം. 2. ആദിഭാഷ. 3. വേദാധികാര നിരൂപണം. 4. ജീവകാരുണ്യ നിരൂപണം അദ്വൈത ചിന്താ പദ്ധതി. ഇതാണ് പ്രാചീന മലയാളം, ആദിഭാഷ, വേദാധികാര നിരൂപണം, ജീവകാരുണ്യ നിരൂപണം, അദ്വൈത ചിന്താ പദ്ധതി. ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട് PSC മുൻവർഷങ്ങൾ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: പ്രാചീന മലയാളം എന്ന പ്രശസ്തമായ കൃതി രചിച്ചതാര്? പ്രാചീന മലയാളം എന്ന പ്രശസ്തമായ കൃതി രചിച്ചതാര്? ചട്ടമ്പി സ്വാമികൾ. കേരളത്തിലെ നവോത്ഥാന നായകരിൽ പ്രമുഖനായ ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര ഗവേഷണ കൃതിയാണ് പ്രാചീന മലയാളം. പ്രാചീന മലയാളം എന്ന പ്രശസ്തമായ കൃതി രചിച്ചത് ചട്ടമ്പി സ്വാമികൾ. ബ്രാഹ്മണ മേധാവിത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി ഏതാണ്? ബ്രാഹ്മണ മേധാവിത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി ഏതാണ്? വേദാധികാര നിരൂപണം. ബ്രാഹ്മണ മേധാവിത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി വേദാധികാര നിരൂപണം. വേദങ്ങൾ പഠിക്കാൻ ബ്രാഹ്മണർക്ക് മാത്രമല്ല എല്ലാവർക്കും അധികാരമുണ്ടെന്ന് സ്ഥാപിച്ച വിപ്ലവകരമായ കൃതിയാണ് വേദാധികാര നിരൂപണം. താഴെ പറയുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ കൃതി അല്ലാത്തത് ഏതാണ്? താഴെ പറയുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ കൃതി അല്ലാത്തത് ഏതാണ്? ആത്മോപദേശ ശതകം. ആത്മോപദേശ ശതകം ശ്രീനാരായണ ഗുരുവിന്റെ പ്രശസ്തമായ കൃതിയാണ്. ബാക്കി 3 ചട്ടമ്പി സ്വാമികളുടേതാണ്. അപ്പോൾ താഴെ പറയുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ കൃതി അല്ലാത്തത് ആത്മോപദേശ ശതകം, ശ്രീനാരായണ ഗുരുവിൻ്റെതാണ് ആത്മോപദേശ ശതകം. ചട്ടമ്പി സ്വാമികളുടെ ജന്മസ്ഥലം എവിടെയാണ്? ചട്ടമ്പി സ്വാമികളുടെ ജന്മസ്ഥലം എവിടെയാണ്? കണ്ണമ്മൂല. ചട്ടമ്പി സ്വാമികളുടെ ജന്മസ്ഥലം കണ്ണമ്മൂല. 1853 ഓഗസ്റ്റ് 25 തിരുവനന്തപുരത്തെ കണ്ണമ്മൂലയിലാണ് ചട്ടമ്പി സ്വാമികൾ ജനിച്ചത്. ചട്ടമ്പി സ്വാമികൾക്ക് വിദ്യാധിരാജ എന്ന പദവി നൽകി ആദരിച്ചത് ആരാണ്? ചട്ടമ്പി സ്വാമികൾക്ക് വിദ്യാധിരാജ എന്ന പദവി നൽകി ആദരിച്ചത് ആരാണ്? ചിദംബരം രാമലിംഗപിള്ള. ചട്ടമ്പി സ്വാമികൾക്ക് വിദ്യാധിരാജ എന്ന പദവി നൽകി ആദരിച്ചത് ചിദംബരം രാമലിംഗപിള്ള. ചട്ടമ്പി സ്വാമികളുടെ അഗാധമായ പാണ്ഡിത്യം കണ്ട് തമിഴ് പണ്ഡിതനായ ചിദംബരം രാമലിംഗപിള്ളയാണ് അദ്ദേഹത്തിന് വിദ്യാധിരാജ, അറിവിന്റെ രാജാവ് എന്ന പദവി നൽകിയത്. ചട്ടമ്പി സ്വാമികളുടെ ജീവചരിത്ര ഗ്രന്ഥമായ ഭട്ടാരക പ്രഭാവം രചിച്ചതാര്? ചട്ടമ്പി സ്വാമികളുടെ ജീവചരിത്ര ഗ്രന്ഥമായ ഭട്ടാരക പ്രഭാവം രചിച്ചതാര്? പന്നിശ്ശേരി നാണുപിള്ള. പന്നിശ്ശേരി നാണുപിള്ള. ചട്ടമ്പി സ്വാമികളുടെ പ്രധാന ശിഷ്യന്മാരിൽ ഒരാളായ പന്നിശ്ശേരി നാണുപിള്ളയാണ് ഭട്ടാരക പ്രഭാവം എഴുതിയത്. ചട്ടമ്പി സ്വാമികളുടെ ജീവചരിത്ര ഗ്രന്ഥമായ ഭട്ടാരക പ്രഭാവം രചിച്ചത് പന്നിശ്ശേരി നാണുപിള്ള. ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും തമ്മിൽ ചരിത്രപ്രസിദ്ധമായ കണ്ടുമുട്ടൽ നടന്ന വർഷമേത്? ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും തമ്മിൽ ചരിത്രപ്രസിദ്ധമായ കണ്ടുമുട്ടൽ നടന്ന വർഷം ഏത്? 1882. 1882 തിരുവനന്തപുരത്തെ വാമനപുരം അണിയൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് ഇരുവരും ആദ്യമായി കണ്ടുമുട്ടിയത്.
ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും തമ്മിൽ ചരിത്രപ്രസിദ്ധമായ കണ്ടുമുട്ടൽ നടന്ന വർഷം 1882. തമിഴ് ഭാഷയ്ക്കും മലയാളത്തിനും ഒരേ ഉത്ഭവമാണെന്ന് സമർത്ഥിക്കാൻ ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി ഏതാണ്? തമിഴ് ഭാഷയ്ക്കും മലയാളത്തിനും ഒരേ ഉത്ഭവമാണെന്ന് സമർത്ഥിക്കാൻ ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി ഏതാണ്? ആദിഭാഷ. ഭാഷാശാസ്ത്രപരമായി മലയാളത്തിന്റെ വേരുകൾ തമിഴിലാണെന്ന് വ്യക്തമാക്കുന്ന കൃതിയാണ് ആദിഭാഷ. അപ്പൊ തമിഴ് ഭാഷയ്ക്കും മലയാളത്തിനും ഒരേ ഉത്ഭവമാണെന്ന് സമർത്ഥിക്കാൻ ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി ആദിഭാഷ. ചട്ടമ്പി സ്വാമികൾ സമാധിയായ പദ്മന ആശ്രമം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ചട്ടമ്പി സ്വാമികൾ സമാധിയായ പന്മന ആശ്രമം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കൊല്ലം ജില്ലയിൽ. 1924 മെയ് 5 കൊല്ലം ജില്ലയിലെ പദ്മനയിൽ വെച്ചാണ് ചട്ടമ്പി സ്വാമികൾ മഹാസമാധി അടങ്ങിയത്. അപ്പോൾ ചട്ടമ്പി സ്വാമികൾ സമാധിയായ പന്മന ആശ്രമം കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏവ? താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏവ? 1. അയ്യപ്പൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. 2. സർവമത സാമരസ്യ പ്രസംഗം അദ്ദേഹത്തിന്റെ കൃതിയാണ്. അയ്യപ്പൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. സർവമത സാമരസ്യ പ്രസംഗം അദ്ദേഹത്തിന്റെ കൃതിയാണ്. ആൻസർ എന്നത് ഓപ്ഷൻ സി ആണ്. 1, 2 എന്നിവ ശരിയാണ്. കുട്ടിക്കാലത്ത് അയ്യപ്പൻ എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. അതുപോലെ സർവമത സാമരസ്യ പ്രസംഗം അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രധാന രചനയാണ്. ആൻസർ ഓപ്ഷൻ സി 1, 2 എന്നിവ ശരിയാണ്. ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് നോക്കാം. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് എന്താണ്? ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് എന്താണ്? കുഞ്ഞൻപിള്ള. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് കുഞ്ഞൻപിള്ള. ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് എവിടെയാണ്? ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് എവിടെയാണ്? കണ്ണമ്മൂല, തിരുവനന്തപുരം. ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് കണ്ണമ്മൂല, തിരുവനന്തപുരം. ചട്ടമ്പി സ്വാമികൾ ജനിച്ച വർഷം ഏത്? ചട്ടമ്പി സ്വാമികൾ ജനിച്ച വർഷം 1853. ചട്ടമ്പി സ്വാമികൾ ജനിച്ച വർഷം 1853. ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനം ഏത്? ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനം ഏത്? ഓഗസ്റ്റ് 25. ഓഗസ്റ്റ് 25. ചട്ടമ്പി സ്വാമികൾ സമാധിയായത് എവിടെയാണ്? ചട്ടമ്പി സ്വാമികൾ സമാധിയായത് എവിടെയാണ്? പന്മന, കൊല്ലം. പന്മന, കൊല്ലം. ചട്ടമ്പി സ്വാമികൾ സമാധിയായത് പന്മന, കൊല്ലം. ചട്ടമ്പി സ്വാമികൾ മരിച്ച വർഷം ഏത്? ചട്ടമ്പി സ്വാമികൾ മരിച്ച വർഷം ഏത്? 1924. ചട്ടമ്പി സ്വാമികൾ മരിച്ച വർഷം 1924. ചട്ടമ്പി സ്വാമികൾക്ക് ചട്ടമ്പി എന്ന പേര് ലഭിക്കാൻ കാരണം എന്ത്? ചട്ടമ്പി സ്വാമികൾക്ക് ചട്ടമ്പി എന്ന പേര് ലഭിക്കാൻ കാരണം എന്ത്? സ്കൂളിൽ ക്ലാസ് മോണിറ്റർ ആയിരുന്നതിനാൽ. ചട്ടമ്പി സ്വാമികൾക്ക് ചട്ടമ്പി എന്ന പേര് ലഭിക്കാൻ കാരണം. ചട്ടമ്പി സ്വാമികളുടെയും ശ്രീനാരായണ ഗുരുവിന്റെയും ഗുരു ആര്? ചട്ടമ്പി സ്വാമികളുടെയും ശ്രീനാരായണ ഗുരുവിന്റെയും ഗുരു ആര്? തൈക്കാട് അയ്യ. തൈക്കാട് അയ്യ. കേരളത്തിലെ ശ്രീരാമകൃഷ്ണ പരമഹംസൻ എന്നറിയപ്പെടുന്നത് ആര്? കേരളത്തിലെ ശ്രീരാമകൃഷ്ണ പരമഹംസൻ എന്നറിയപ്പെടുന്നത് ആര്? ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികൾ ശ്രീരാമകൃഷ്ണ പരമഹംസൻ എന്നറിയപ്പെടുന്നു. ചട്ടമ്പി സ്വാമികളുടെ സാമൂഹിക പ്രവർത്തനങ്ങൾ പ്രധാനമായും എന്തിനെതിരായിരുന്നു? ചട്ടമ്പി സ്വാമികളുടെ സാമൂഹിക പ്രവർത്തനങ്ങൾ പ്രധാനമായും എന്തിന് എതിരായിരുന്നു? ജാതി വ്യവസ്ഥയ്ക്കും അനാചാരങ്ങൾക്കുമെതിരെ. ജാതി വ്യവസ്ഥയ്ക്കും അനാചാരങ്ങൾക്കുമെതിരെ. ജാതി നിർണയം ആരുടെ കൃതിയാണ്? ജാതി നിർണയം ആരുടെ കൃതിയാണ്? ശ്രീനാരായണ ഗുരു. ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ തന്നിട്ട് ജാതി നിർണയം കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ചട്ടമ്പി സ്വാമികളുടെ കൃതി അല്ലാത്തത് ഏതാണെന്ന് ചോദിക്കും. അതധികം ജാതി നിർണയമാണ് ചോദിക്കാറ്. അപ്പോൾ ജാതി നിർണയം ശ്രീനാരായണ ഗുരു. ചട്ടമ്പി സ്വാമികൾ ഏത് നവോത്ഥാന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? ചട്ടമ്പി സ്വാമികൾ ഏത് നവോത്ഥാന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? കേരള നവോത്ഥാനം. കേരള നവോത്ഥാനം. ചട്ടമ്പി സ്വാമികൾ ഏത് നവോത്ഥാന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? കേരള നവോത്ഥാനം. ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? കൊല്ലം.
ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം. ചട്ടമ്പി സ്വാമികൾ ജനിച്ച ജില്ല ഏത്? ചട്ടമ്പി സ്വാമികൾ ജനിച്ച ജില്ല ഏത്? തിരുവനന്തപുരം. തിരുവനന്തപുരം ചട്ടമ്പി സ്വാമി ജനിച്ച ജില്ല. വേദങ്ങൾ പഠിക്കാനുള്ള അവകാശം എല്ലാ മനുഷ്യർക്കുമാണെന്ന് വാദിച്ച കൃതി ഏത്? വേദങ്ങൾ പഠിക്കാനുള്ള അവകാശം എല്ലാ മനുഷ്യർക്കുമാണെന്ന് വാദിച്ച കൃതി ഏത്? വേദാധികാര നിരൂപണം. വേദങ്ങൾ പഠിക്കാനുള്ള അവകാശം എല്ലാ മനുഷ്യർക്കുമാണെന്ന് വാദിച്ച കൃതി വേദാധികാര നിരൂപണം. കേരളത്തിലെ സാമൂഹ്യ നവോത്ഥാനത്തിന്റെ മുൻഗാമികളിൽ ഒരാളായി അറിയപ്പെടുന്നത് ആര്? കേരളത്തിലെ സാമൂഹ്യ നവോത്ഥാനത്തിന്റെ മുൻഗാമികളിൽ ഒരാളായി അറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികൾ ഏതു ഭാഷയുടെ പ്രാചീനതയെക്കുറിച്ചാണ് പഠനം നടത്തിയത്? ചട്ടമ്പി സ്വാമികൾ ഏതു ഭാഷയുടെ പ്രാചീനതയെക്കുറിച്ചാണ് പഠനം നടത്തിയത്? മലയാളം. ചട്ടമ്പി സ്വാമികൾ ഏത് ഭാഷയുടെ പ്രാചീനതയെക്കുറിച്ചാണ് പഠനം നടത്തിയത്? മലയാളം. പ്രാചീന മലയാളം എന്ന കൃതി ഏതു വിഷയവുമായി ബന്ധപ്പെട്ടതാണ്? പ്രാചീന മലയാളം എന്ന കൃതി ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ്? മലയാള ഭാഷയുടെ ചരിത്രം. മലയാള ഭാഷയുടെ ചരിത്രം. ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലം ഏത് പഞ്ചായത്തിലാണ്? ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലം ഏത് പഞ്ചായത്തിലാണ്? പന്മന. പന്മന. ചട്ടമ്പി സ്വാമികളുടെ ഗുരുവായ തൈക്കാട് അയ്യയുടെ യഥാർത്ഥ പേര് എന്താണ്? ചട്ടമ്പി സ്വാമികളുടെ ഗുരുവായ തൈക്കാട് അയ്യയുടെ യഥാർത്ഥ പേര് എന്താണ്? സുബ്ബരായർ. സുബ്ബരായർ. ഇനി നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യുക. കേരള നവോത്ഥാനത്തിന്റെ ആത്മീയ ഗുരുക്കന്മാരിൽ പ്രമുഖനായ ചട്ടമ്പി സ്വാമികൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിച്ചിരുന്നത്? കേരള നവോത്ഥാനത്തിന്റെ ആത്മീയ ഗുരുക്കന്മാരിൽ പ്രമുഖനായ ചട്ടമ്പി സ്വാമികൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിച്ചിരുന്നത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം കമന്റ് ചെയ്യും. അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു.